ഓരോ രാജ്യത്തിനും അവരുടേതായ പ്രത്യേക പദ്ധതികൾ, ആസൂത്രണ മികവൊക്കെ ഉണ്ടാവും. ഇപ്പോൾ കേൾക്കുന്നത് ഈജിപ്റ്റ് എന്ന് പറയുന്ന രാജ്യം മരുഭൂമിയെ ഒരു കൃഷിഭൂമിയാക്കാൻ പോകുന്നു. അതൊരു ശ്രമമാണ്. $53 ബില്യൺ ചെലവഴിച്ചിട്ടുള്ള അതെ, ആ ശ്രമം വിജയിക്കുമോ? വിജയിക്കും എന്ന് തന്നെയാണ്. നമുക്ക് ഈ മരുഭൂമിയുടെ കഥ പറയുമ്പോഴേ ഉം. ഈ ഈ അറേബ്യൻ രാജ്യങ്ങളിലും പിന്നെ ഡെസേർട്ടുകളുടെയൊക്കെ നടുവിൽ വലിയ സമ്പൽ സമൃദ്ധമല്ലാത്ത മണ്ണൊക്കെ ഉള്ള ആളുകളെ അവരൊക്കെ ഇപ്പോൾ നോക്കൂ, UAE മണ്ണിനെ കുറിച്ച് UAE ചരിത്രം പരിശോധിച്ചാൽ വെറും മണൽ മാത്രമുള്ള ഒരു ചെറിയ തുരുത്ത് പോലുള്ള ഒരു സ്ഥലം, ദ്വീപ് പോലുള്ള ഒരു സ്ഥലത്താണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ അവർ പടുത്തുയർത്തിയത്. വലിയ സ്വപ്നമാണ്. അപ്പോൾ ഈ അറേബ്യൻ നാടുകളുടെയും ഈ പ്രദേശങ്ങളിലൊക്കെ ഉള്ള ആളുകളുടെയൊക്കെ ഒരു സ്വപ്നം എന്ന് പറയുന്നത്, ഇവരുടെയൊക്കെ ഒരു ജീവിത രീതി എന്ന് പറയുന്നത് കടുത്ത ജീവിത സാഹചര്യങ്ങളുള്ള ഇവരെല്ലാം കടന്നു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതൊരു നേട്ടത്തെയും ഏതൊരു ലക്ഷ്യത്തെയും നേട്ടങ്ങളാക്കി മാറ്റാനുള്ള അസാമാന്യമായ വിൽ പവർ ഇവർക്കുണ്ട്. അവിടുത്തെ ഭരണാധികാരികളും അങ്ങനെയൊക്കെയാണ്. നമുക്ക് അതിൻ്റെ ഈജിപ്തിൻ്റെ ചരിത്രം തന്നെ പരിശോധിച്ചാൽ അത് മനസ്സിലാവും. അവിടെ സാംസ്കാരിക ശേഷിപ്പുകൾ, ഇപ്പം നമ്മുടെ പിരമിഡുകളൊക്കെ അവിടെ അവശേഷിക്കുന്നത് തന്നെ സാംസ്കാരിക ശേഷിപ്പുകളായിട്ട് ലോകത്തിന് വലിയ ഒരു എന്താ പറയുക ആകർഷണ ഘടകമായിട്ട് മാറുമ്പോൾ അവരതിനെ നിലനിർത്തിയിരിക്കുന്നത്, ഒരു ടൂറിസ്റ്റ് വിസിറ്റേഴ്സിൻ്റെ ഒരു ഇടമായിട്ട് നിലനിർത്തിയിരിക്കുന്നത് ഒക്കെ നിൽക്കുമ്പോൾ തന്നെ ആ മണ്ണിനെ എങ്ങനെയാണ് ഫലഭൂയിഷ്ടമായ രീതിയിലാക്കി മാറ്റാൻ പറ്റുക. ഇന്ത്യ പോലുള്ള രാജ്യത്ത് നമുക്ക് അത്തരം പ്രശ്നങ്ങളില്ല. നമ്മളൊക്കെ വലിയ വിദൂരമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് നദികളെ തടഞ്ഞു നിർത്തി അണക്കെട്ടുകൾ കെട്ടി വിദൂരമായ സ്ഥലങ്ങളിലേക്ക് വെള്ളം കൊണ്ടുപോയി വലിയ കൃഷിയിടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, സമ്പൽ സമൃദ്ധി ഉണ്ടാക്കുന്നുണ്ട്. ഈ പിന്നെ പ്രതിസന്ധികൾ ഊർജ്ജോൽപാദകരാണ് എന്നൊരു വാക്കുണ്ട്. പ്രതിസന്ധികൾ ഊർജ്ജോൽപാദകരാണ്. അണക്കെട്ടുകളെ പോലെയാണ് പ്രതിസന്ധികൾ. നമ്മൾ ഒരു പ്രതിസന്ധിയുടെ മുന്നിൽ അണ കെട്ടി നിർത്തുമ്പോൾ ഒരു നദിക്ക് കുറുകെ അണ കെട്ടിയാൽ എന്താ സംഭവിക്കുക? വെള്ളം പൊങ്ങും, അവിടെ വെള്ളം സ്റ്റോക്ക് ചെയ്യപ്പെടും. ആ വെള്ളത്തിനെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഉപയോഗിക്കാം. ജനറേറ്ററുകളിലേക്ക് പമ്പ് ചെയ്തിട്ട് ഊർജ്ജ ഉൽപ്പാദകരായിട്ട് മാറ്റാം. ബാക്കി വരുന്ന വെള്ളം എന്താ ചെയ്യുക? വിദൂര ദേശങ്ങളിലേക്ക് ചാല് കീറി ചാനലിലൂടെ കനാലിലൂടെയും ടണലിലൂടെയും കൊണ്ടുപോയി കൃഷിയിടങ്ങളിലേക്ക് എത്തി അവിടെ അത് സമ്പൽ സമൃദ്ധമായ കൃഷിക്ക് ഉപയുക്തമാകുന്ന രീതിയിലാക്കും. അപ്പം തന്നെ ഒരു പ്രതിസന്ധി വരുമ്പോൾ ആ പ്രതിസന്ധിയിൽ നിന്നും ഊർജവും ഉണ്ടാവുന്നുണ്ട്, ബൈ പ്രൊഡക്റ്റുകളും ഉണ്ടാവുന്നുണ്ട്. ഇവിടെ ഒരു പ്രതിസന്ധി എന്താണ്? അവർക്ക് മണലാരണ്യങ്ങളാണ് കൂടുതൽ. ആ മണലാരണ്യങ്ങളിൽ എങ്ങനെയാണ് ഒരു കൃഷി വിളയിക്കാൻ പറ്റുക എന്ന ചിന്തയിൽ നിന്നും അവർ ആലോചിച്ച ഈ പദ്ധതിയുടെ പേര് ടോഷ്ക എന്നാണ്. ഈ ടോഷ്ക പ്രോജക്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അറിയണമെങ്കിൽ ചരിത്രത്തിൻ്റെ ചൂട് പിടിച്ച് പോകണം. നാസർ തടാകത്തിൽ നിന്നും മരുഭൂമിയിലേക്ക് എന്ന ഒരു പ്രയോഗത്തിലൂടെ നമ്മൾ പോയാലാണ്. നാസർ തടാകം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ തടാകങ്ങളിൽ ഒന്നാണ്, കൃത്രിമ തടാകമാണ്. അപ്പോൾ ഈജിപ്തിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകങ്ങളൊന്നാണ് നാസർ തടാകം. 1960കളിൽ അഡ്വാൻ ഹൈഡാം നിർമ്മിച്ചതിലൂടെ രൂപം കൊണ്ട വേറൊരു ഡാം നിർമ്മിക്കുമ്പോൾ രൂപം കൊണ്ട ഈ ജലാശയം ഈജിപ്തിൻ്റെ കാർഷിക വൈദ്യുതി ഉൽപാദന മേഖലയിലെ ഒരു നിർണായക ശക്തി കേന്ദ്രമാണ്. അപ്പം ഇവിടെ നിന്നും ഈ നാസർ തടാകത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ ഈ പദ്ധതി നടപ്പാക്കുന്നത്. അവിടെ നമ്മൾ നടക്കുമ്പോൾ ഈ തടാകം രൂപപ്പെട്ടപ്പോൾ വേറൊരു വലിയ സംഭവം ഉണ്ടായി. BC 13-ാം നൂറ്റാണ്ടിലെ വിഖ്യാതമായ അബു സിംബൽ ക്ഷേത്രങ്ങൾ, ഇത് റാംസസ് II നിർമ്മിച്ച ക്ഷേത്രമാണ് പറയുന്നത്. ഈ ക്ഷേത്രങ്ങൾ വെള്ളത്തിനടിയിൽ ആയി പോകുന്ന ഭീഷണി ഉയർന്നു. ഇവിടെ ഈ അണ കിട്ടിയപ്പോൾ, ഈ തടാകം രൂപപ്പെട്ടപ്പോൾ ഈ ക്ഷേത്രം വെള്ളത്തിന് അടിയിലായി പോകുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ ലോക പൈതൃകങ്ങൾ സംരക്ഷിക്കുന്നതിൽ 1964 യുനെസ്കോയുടെ ഒരു പ്രൊജക്റ്റായിട്ട് മാറിയിട്ട് ഇത് അന്താരാഷ്ട്ര ദൗത്യം ആയിരുന്നു. ലോകത്തിൽ ഇത്തരം നടന്നിട്ടുള്ള ഏറ്റവും വലിയ വിവിധ രാജ്യങ്ങളുടെ സഹകരണത്തോടെ നടന്ന ഈ ക്ഷേത്രങ്ങളിൽ 1000-ലധികം ഭീമാകാരമായ കട്ടകളായിട്ട് മുറിച്ചു. ഈ ക്ഷേത്രത്തെ ഇങ്ങനെ കഷ്ണങ്ങളായിട്ട്, വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട്, വലിയ ദൗത്യമായിരുന്നു, മുറിച്ചു മാറ്റിയിട്ട് യഥാർത്ഥ സ്ഥാനത്ത് നിന്നും 65 മീറ്റർ ഉയരത്തിൽ അത് പുതിയൊരു കുന്നിൻ്റെ മുകളിലേക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. പുനർനിർമ്മിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ 1968 പൂർത്തിയാക്കിയ ഈ ദൗത്യം ചരിത്ര സംരക്ഷണത്തിലെ യുനെസ്കോയുടെ തന്നെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് വിജയങ്ങളിലൊന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഒന്നിനെ എടുത്തു മാറ്റിയിട്ട് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചത് അത് മാതൃകയായിട്ട് തന്നെ കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഇപ്പം ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ മരുഭൂമിയെ വൻതോതിൽ കൃഷി യോഗ്യമാക്കി മാറ്റാനുള്ള ഈജിപ്തിൻ്റെ ഈ പദ്ധതി, ഫുഡ് സെൽഫ് സഫിഷ്യൻസി, സ്വയം പര്യാപ്തത, ഫുഡിൽ സ്വയം പര്യാപ്തത നേടിയെടുക്കുക. എന്നാൽ തുടക്കത്തിൽ നല്ല കഠിനമായ പ്രയത്നം ആവശ്യമുള്ള കഠിനമായ ഉപ്പ് മണ്ണാണിത്. ആ മണ്ണ് അത്ര നല്ല മണ്ണല്ല. ആ ജലസ്രോതസ് അത് നിരീക്ഷിച്ച 100 കണക്കിന് കിലോമീറ്ററുകൾക്കുള്ളിൽ
അത് തടസ്സങ്ങളെല്ലാം നീക്കി അങ്ങനെ ഈ പദ്ധതിയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായതെല്ലാം മാറ്റിക്കൊണ്ടാണ് അവർ ഇത് വികസനം ലക്ഷ്യമാക്കുന്നത്. ഈ ഭൂമി വീണ്ടെടുത്ത് കൊണ്ടുപോകുമ്പോൾ വലിയ ശ്രമകരമാണ് ഈ ഭൂമി വീണ്ടെടുക്കുക എന്നുള്ളത്. അപ്പം ആയിരക്കണക്കിന് ഹെക്ടർ ഭൂമിയാണ് ഇത്തരത്തിൽ വീണ്ടെടുത്തുകൊണ്ട് ഈ ദൗത്യത്തിനായിട്ട് ചെലവഴിച്ചത്. അന്തിമ ലക്ഷ്യം 2027 പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് ഈജിപ്ത് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നിലവിൽ ടോഷ്കോയുടെ ചില ഭൂപ്രദേശങ്ങളിൽ അവർ കൃഷി തുടങ്ങിയിട്ടുണ്ട്. ഈ പദ്ധതി വന്ന് മുഴുവൻ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് അവർ നിൽക്കുകയല്ല. പഴത്തോട്ടങ്ങൾ, അതിനുള്ള ആമുഖമായിട്ടുള്ള ചില കൃഷികളൊക്കെയാണ്. ഗോതമ്പ് വിളകൾ എന്നിവ വിളവെടുപ്പ് ആരംഭിച്ചു എന്നത് വളരെ ഈ പ്രോജക്റ്റ് സക്സസ് ആവാൻ സാധ്യതയുണ്ടെന്നതിൻ്റെ ആദ്യ സൂചനകളാണ്. അപ്പോൾ വോൾവോ പോലുള്ള ടെക്നോളജി കമ്പനികൾ, ഈ നിർമ്മാണ കമ്പനികൾ കനാൽ നിർമ്മാണത്തിലും മണ്ണ് മാറ്റുന്നതിലും സജീവമായ പിന്തുണ നൽകുന്നുണ്ട്. അന്താരാഷ്ട്ര കമ്പനികളാണ്, അമേരിക്കൻ കമ്പനികളാണ് വോൾവോ. അപ്പോൾ അവരെല്ലാം ഈ കാര്യത്തിൽ വളരെയധികം സഹകരിക്കുന്നുണ്ട്. വെല്ലുവിളികളും പരിമിതികളും ഒക്കെ ഉണ്ട്. ജലക്ഷാമവും നിക്ഷേപകരുടെ പിന്മാറ്റവും ഉണ്ടായിട്ടുണ്ട്. ഈ പ്രോജക്റ്റ് നടക്കൂ നടക്കില്ലയോ ഒറ്റയടിക്ക് അത് നടക്കണമെന്നില്ല അല്ലെ, പക്ഷെ ഇച്ഛാശക്തി കൊണ്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഒരു ഭരണകൂടത്തിന്റെ ലക്ഷ്യം. അതായിരിക്കും അതായത് നിശ്ചയദാർഢ്യമുള്ള ഒരു ഭരണകൂടം ഇത്തരത്തിലുള്ള പിന്മാറ്റങ്ങൾ പെട്ടെന്ന് നടക്കണം. ഇൻവെസ്റ്റേഴ്സ് പിന്മാറുന്നു. ജലക്ഷാമം ചെറിയ കാര്യമല്ല. പ്രോജക്റ്റിനെ കുറിച്ചുള്ള പ്രതീക്ഷ തന്നെ ഇല്ലാതായി പോവുകയാണ്. അപ്പം ഈ വമ്പം പദ്ധതിക്ക് മുന്നിലുള്ള വെല്ലുവിളികളും ഇത്തരം വെല്ലുവിളി നിസ്സാരമല്ല. വെല്ലുവിളികൾ വർഷങ്ങളായി ജലക്ഷാമം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളാണ് ഇവ. അപ്പം ടോഷ്ക തടാകത്തിലെ ജലനിരപ്പിലുണ്ടായ ഇടിവ് സാറ്റലൈറ്റുകൾ അത് സൂചിപ്പിക്കുന്നുണ്ട്. ആ ഇടിവുകൾ അതൊക്കെ ജലവിതരണത്തിന്റെ സുഗമമായ വിതരണത്തിന് തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അന്താരാഷ്ട്ര നിക്ഷേപങ്ങൾ ഇതിൽ ധാരാളമുണ്ട്. UAE അഗ്രി ബിസിനസ് കമ്പനിയായ അൽ ദഹ്റ പ്രമുഖമായ അഗ്രി ബിസിനസ് കമ്പനിയാണ്. UAE ഓർക്കണം, ഇന്ത്യയിലല്ല. ഒരു മരണാലാരണ്യത്തിൽ അഗ്രി ബിസിനസ്, ലോകമെമ്പാടും ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തുന്ന കമ്പനിയാണ്, അഗ്രി ബിസിനസ് കമ്പനിയാണ് അൽ ദഹ്റ. അപ്പൊ ഭൂമി ആ ടോഷ്കയിലെ ഭൂമി നിർബന്ധിത കാലയളവിൽ ഉപയോഗിക്കാത്തതിനെ തുടർന്ന് സർക്കാരിന് ചില ഭൂമികൾ അവർ തിരിച്ചെടുത്തു എന്നാണ് റിപ്പോർട്ട്. ഇവർ കറക്റ്റായിട്ട് ഉപയോഗിച്ചില്ല. അപ്പൊ സർക്കാർ ആ കമ്പനി കൃത്യമായി നടപ്പിലാകാത്തതിന്റെ പേരിൽ ഈ സർക്കാർ അവരിൽ നിന്ന് ആ ഭൂമി തിരിച്ചെടുത്തിട്ട് മറ്റു ചില നിക്ഷേപകരെ ആകർഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. പ്രതിസന്ധികളുണ്ട്, ഈ കാര്യങ്ങൾ നടത്താൻ പ്രതിസന്ധികളുണ്ട്. കൂടാതെ ഈ മഹാപദ്ധതിയുടെ വമ്പൻ ചിലവ്, കുറഞ്ഞ വിളവെടുപ്പ്, ഇതിന് വലിയ ചെലവും ബില്യൺ കണക്കിന് ഡോളറിന്റെ ചെലവും അതിനകത്ത് കിട്ടുന്ന വരുമാനം വെച്ച് നോക്കുമ്പോൾ വളരെ ചെറുതാണ്. പക്ഷെ വരുമാനം ചെറുതാണെങ്കിലും നടപ്പാക്കുക എന്നതാണ് പദ്ധതി. നേരത്തെ സിനിജി പറഞ്ഞ പോലെ നിശ്ചയദാർഢ്യത്തോടുകൂടി ആ പദ്ധതി നടപ്പാക്കുക. വിമർശനങ്ങൾ നേരിടുന്നുണ്ട്. നീതി, പരിസ്ഥിതി, സാമ്പത്തിക കാര്യക്ഷമത, ഇതൊക്കെ കൂടി സമന്വയിപ്പിച്ച് കൊണ്ടുപോകേണ്ട ഒന്നാണ്. കാരണം ആളുകൾക്ക് കിടപ്പാടം നഷ്ടപ്പെടാൻ പാടില്ലല്ലോ. അപ്പം സാമ്പത്തിക അസമത്വം ഉണ്ടാകാൻ പാടില്ലല്ലോ. പക്ഷെ ഈജിപ്തിനെ സംബന്ധിച്ചത് പ്രതീക്ഷകളുടെ ഉദയമാണ്. ഒരു സ്വാതന്ത്ര്യം, തന്ത്രം എന്നതിനെ വിളിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു ആശ. ആദ്യം അതിനെക്കുറിച്ച് നിരീക്ഷകർ പറയുന്നത് ആദ്യം ആശങ്കയുടെ കവലകളിൽ നിന്നിരുന്ന പ്രതിസന്ധികളിൽ നിന്ന് കടന്നുപോയി ടോഷ്ക പദ്ധതി ഇപ്പോൾ ഈജിപ്തിന്റെ പുതിയ ഭക്ഷ്യതന്ത്രത്തിന്റെ അച്ചുതണ്ടാകാൻ ശ്രമിക്കുകയാണ് എന്നാ പറയുന്നത്. അപ്പോൾ വലിയ പ്രതീക്ഷയാണ്. രാജ്യത്തിന്റെ ഗോതമ്പ് ഇറക്കുമതിയിലുള്ള ആശ്രിതത്വം കുറയ്ക്കാനുള്ള ലക്ഷ്യമുണ്ട്. ആ പദ്ധതികൾ മുന്നോട്ട് പോകുന്നു. 2024-25 കാലഘട്ടത്തിലെ വികസനങ്ങൾ, പുതിയ കൃഷി മേഖലകൾ, സാങ്കേതിക മാനദണ്ഡങ്ങൾ എന്നിവ ഈ പദ്ധതിയുടെ കൂടുതൽ പ്രയോജനപ്രദമാക്കാൻ സാധ്യതയുണ്ട്. നിലവിലുള്ള സാങ്കേതിക വിപ്ലവമൊക്കെ അതിന് ഒരുപാട് സഹായിക്കുന്നുണ്ട്. ടോഷ്ക പദ്ധതി ഒരു വലിയ സ്വപ്നം തന്നെയാണ്. എങ്ങനെയായാലും മരുഭൂമിയിൽ പച്ചപ്പിന്റെ പ്രതീക്ഷ എന്നത് അവിശ്വസനീയമാണ്. ഒരു മരുഭൂമിയിൽ പച്ചപ്പിന്റെ പ്രതീക്ഷ എന്നത് ഒരു മരിപ്പച്ച പോലെ അവിശ്വസനീയമാണ്. എങ്കിലും സാങ്കേതിക വിജയം, ജലവിതരണ സ്ഥിരത, നിക്ഷേപത്തിന്റെ മാനദണ്ഡങ്ങൾ ഇവയാകുന്നു വിജയത്തിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ആ നിലയ്ക്ക് ഇതെല്ലാം കൂടെ കൃത്യമായി എത്തിച്ചു ചേർന്നുകൊണ്ട് ഈജിപ്ത് ഇത് സക്സസ് ആക്കുമ്പോൾ ഇത് മറ്റു രാജ്യങ്ങൾക്ക്, ഈ രംഗത്തുള്ള മറ്റു രാജ്യങ്ങൾക്ക്, ലോകത്തെല്ലായിടത്തുമുള്ള എല്ലാ രാജ്യങ്ങൾക്കും നമുക്കും ഇത് സാധ്യമാണ് എന്നൊരു സന്ദേശം നൽകുന്നുണ്ട്. ശരിക്കും ഈ മണൽക്കൂമ്പാരങ്ങൾ മാത്രമുള്ള രാജ്യങ്ങൾക്ക് വികസനം ഒരു പടിവാതിക്കലിന് അപ്പുറമാണെന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള ചില പ്രോജക്റ്റിലേക്ക് വരുമ്പോൾ ഇത് നമ്മളെ കൊണ്ട് സാധിക്കും. ഈജിപ്ത് തെളിയിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് UAE ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളൊക്കെ തന്നെ ഇതിലേക്ക് കടന്നു വരുന്നത് വലിയ മെസ്സേജാണ്. കാർഷിക സമൃദ്ധി എന്ന് പറയുന്നത് ഇപ്പം സൗദി പോലുള്ള രാജ്യങ്ങളൊക്കെ കാർഷിക സമൃദ്ധിക്ക് വേണ്ടി വലിയ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. UAE വലിയ കാർഷിക ശ്രമങ്ങൾ നടക്കുന്നുണ്ട്.
പുതിയ രീതിയിലുള്ള കൃഷി സമ്പ്രദായങ്ങൾ നടപ്പാക്കുന്നുണ്ട്. ആധുനിക കൃഷി സമ്പ്രദായങ്ങൾ. ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങളുടെ വലിയ സാങ്കേതിക കാർഷിക വിപ്ലവങ്ങളുണ്ട്. അപ്പൊ ഇത്തരം സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് കൃഷി സമ്പ്രദായങ്ങളെല്ലാം മാറുന്നു. സാധ്യമല്ലാത്തിടത്ത് സാധ്യമാക്കുന്ന കൃഷി. കാരണം നമുക്ക് ഭക്ഷണം വേണ്ടേ? നമുക്ക് ഒരു സ്വയം പര്യാപ്തത ആവശ്യമുണ്ടല്ലോ. പലപ്പോഴും പല രാജ്യങ്ങളും, അമേരിക്കയൊക്കെ പണ്ട് അമിതമായി ഭക്ഷണം ഉൽപ്പാദിപ്പിച്ചിട്ട് അത് അമിത എക്സസ് ആയിട്ട് കടലിൽ കൊണ്ടുപോയി തട്ടിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എന്നിട്ട് അത് രാജ്യങ്ങൾ മറ്റ് മൂന്നാം ലോക രാജ്യങ്ങളിലേക്ക്, പാവപ്പെട്ട രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്ത് സംഭാവന എന്ന നിലയ്ക്ക് വലിയൊരു എന്താ പറയുക, ഒരു സഹായം ചെയ്യുന്നു എന്ന നിലയ്ക്ക് എക്സസ് ആയിരുന്നു. ഇവിടെ എക്സസ് പോയിട്ട് സ്വയം പര്യാപ്തത പോലും ഇല്ല, ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ രാജ്യങ്ങൾ ഇത്തരത്തിലുള്ള രീതിയിലേക്ക് സഞ്ചരിക്കുന്നത് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു വലിയ ശ്രമത്തിന്റെ ഭാഗം മാത്രമല്ല, സ്വന്തം റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കും ഇത് സാധ്യമാണ് എന്ന സന്ദേശം കൂടിയാണ് ലോകത്തിന് ഈ പ്രോജക്റ്റ് കൊണ്ട് ഈജിപ്ത് നൽകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.